ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് വലിയ തിരിച്ചടി. രാഹുലിനെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ജാമ്യാപേക്ഷ 16-നാണ് പരിഗണിക്കുക. കോടതിയിലെത്തിച്ച രാഹുലിനെതിരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. വിവരങ്ങളുമായി രേഷ്മ ബാബുവും സുധീഷ് ഗോപാലും ചേരുന്നുണ്ട്. ആദ്യം സുധീഷ് ഗോപാലിലേക്കാണ് പോകുന്നത്. സുധീഷ്, എന്താണ് തിരുവല്ല കോടതിയിൽ ഉണ്ടായത്? നീലിമ, പ്രതിഭാഗം അഭിഭാഷകനും ഈ കസ്റ്റഡിയിൽ വിടുന്നതിനും അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്ന രീതിയിൽ വാദിച്ചു. അതിലേറ്റവും പ്രധാനമായും പരാതി നൽകുമ്പോൾ ഇമെയിലായോ അല്ലെങ്കിൽ നേരിട്ടോ പരാതി നൽകാം. അത്തരത്തിലല്ല, നിയമപരമായുള്ള നിലനിൽക്കുന്ന രീതിയിലല്ല പരാതി നൽകിയതുപോലും ഇത് രാഹുൽ മാങ്കൂട്ടത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പരാതി എന്ന രീതിയിലാണ്, കെട്ടിച്ചമച്ച പരാതി എന്നതാണ് വാദിച്ചത്. എന്നാൽ അവസാനം ഈ വാദങ്ങൾക്ക് ശേഷവും അത് ഇലക്ട്രിക്കൽ തെളിവുകൾ അടക്കം കണ്ടെടുക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് 3 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ രേഷ്മയുണ്ട്. രേഷ്മ, ഏത് രീതിയിലായിരുന്നു വാദം നടന്നത്? എന്താണ് അവസാനം കോടതി എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കസ്റ്റഡി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതായത് 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു ആവശ്യം. ആ 3 ദിവസം തന്നെ കൃത്യമായിട്ട് കോടതി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ തുറന്ന ഈ ഒരു കസ്റ്റഡി അപേക്ഷ, പ്രോസിക്യൂഷന്റെ കസ്റ്റഡി ആവശ്യത്തെ പ്രതിഭാഗം, അതായത് രാഹുലിന്റെ അഭിഭാഷകൻ എതിർത്തു. കാരണം ഈ അറസ്റ്റ് തന്നെ ഇല്ലീഗലാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു വാദമാണ് അഭിഭാഷകൻ, അതായത് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ മുന്നോട്ട് വെച്ചത്. കാരണം BNSSന്റെ ചട്ടപ്രകാരം അത് ഇലക്ട്രോണിക് ഡിവൈസ് മുഖാന്തരമോ അല്ലെങ്കിൽ പരാതി നേരിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറണം. പക്ഷേ അത്തരത്തിലുള്ള ചട്ടങ്ങളൊക്കെ തന്നെ ലംഘിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിദേശത്തിരുന്ന ഒരു യുവതി ഇമെയിൽ മുഖാന്തരം ഇവിടേക്ക് കേരളത്തിലേക്ക് ഒരു മെയിൽ അയച്ചുകൊണ്ട് പരാതി നൽകിയത്. ആ പരാതി പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അത് മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 സാക്ഷികളുടെ സാന്നിധ്യം വേണമെന്ന് ചട്ടം പറയുന്നുണ്ട്. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ ആ ചട്ടം അപ്പാടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രതിഭാഗം, അതായത് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ടും എതിർത്തു. കാരണം ഈ കേസിൽ തന്നെ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കണം, ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവ് ശേഖരണം വേണം, അല്ലാത്ത തെളിവ് ശേഖരണവും വേണം. പാലക്കാട് അടക്കം രാഹുലിനെ എത്തിച്ചുകൊണ്ട് തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 3 ദിവസം രാഹുലിനെ തങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. പൂർണ്ണമായിട്ടും 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസം എന്ന് പറയുമ്പോൾ ഈ മാസം ജനുവരി 15-ാം തീയതി കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ നേരത്തെ തന്നെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷ 16-ാം തീയതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബലാത്സംഗ കേസിൽ, 3ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് SIT സംഘം ഇനി ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും തെളിവ് ശേഖരണം, അതായത് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്, വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് ഈ യുവതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുള്ളത്, ഹോട്ടലിലടക്കം പരിശോധന നടത്തണം, അവിടെ തെളിവ് ശേഖരിക്കണം. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ, അതായത് നേരത്തെ ഈ യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ ചിത്രീകരിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ യുവതി വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഇതുൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള ഒരു തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസമാണ് കസ്റ്റഡി, അതായത് 15-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. 16-ാം തീയതി രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. സുധീഷ്. നീലിമ, ഇതാണ് കോടതിക്കുള്ളിൽ നിന്നുള്ള വിവരം. ഇത് കോടതിക്ക് പുറത്ത് ഇപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. അത് യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്ന് അവിടെ ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ മുതൽ ഇങ്ങുവരെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഇവിടെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കയറ്റുമ്പോഴും ഇവിടെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും എല്ലാം വലിയ പ്രയാസകരമായാണ് പോലീസ് രാഹുലിനെ സുരക്ഷിതമായി കോടതിയിൽ എത്തിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും ശക്തമായ പ്രതിഷേധം തന്നെയാണ്. രാഹുൽ കോടതിയിൽ തന്നെയാണോ? നിലിമ, ഇപ്പോൾ രാഹുൽ കോടതിയിൽ തന്നെയാണ്. അവിടെ നിന്നും പേപ്പർ ഒപ്പിട്ട് വാങ്ങിയ ശേഷമാവും പോലീസ് കസ്റ്റഡിയിൽ ഏറ്റെടുത്ത് പോലീസ് രാഹുലുമായി പുറത്തേക്ക് ഇറങ്ങുക. രാഹുലിനെ പുറത്തേക്ക്, അതായത് ഇനി പുറത്തിറങ്ങുമ്പോഴും അതിശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരും അല്ലേ? യുവജന സംഘടനകൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
നീലിമ, ഇപ്പോഴും പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. മുദ്രാവാക്യം വിളികളോടെ യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകൾ പുറത്ത് പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അവർക്ക് മുന്നിലൂടെ തന്നെ വേണം ഇനി രാഹുലിനെ തിരിച്ചും കൊണ്ടുപോകാൻ. പോലീസ് വാഹനം കോടതിയോടെ ചേർത്തിട്ടിരിക്കുകയാണ്. കാരണം ഒരു അല്പം പോലും നടത്തിക്കൊണ്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്നതാണ് പോലീസിൻ്റെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് തന്നെയാണ് സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ കോടതിയിൽ നിന്നും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ. ഓക്കെ, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുലിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കാകും അന്വേഷണ സംഘം നീങ്ങുക. അതേസമയം രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇപ്പോൾ കോടതിക്ക് പുറത്തും യുവജന സംഘടനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഇപ്പോഴും കോടതിക്കകത്ത് തന്നെയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് രാഹുലിനെ പോലീസ് കോടതിയിൽ എത്തിച്ചതും തിരിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതും. സുദേശ് ഗോപാലും രേഷ്മ ബാബുവുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.